സൗഹൃദം, പ്രണയം, ദാമ്പത്യം, തൊഴിൽ രംഗം, എന്തുമാവട്ടെ, ഞാൻ അതിൽ ആത്മാർത്ഥമായിട്ട് ഇടപെടുക എന്ന് പറഞ്ഞാൽ 100% ആത്മാർത്ഥമായിട്ടേ ഇടപെടൂ എന്ന വാശിയുള്ള ആളാണോ നിങ്ങൾ? നല്ല കാര്യം തന്നെ കേട്ടോ. അങ്ങനെ വാശിയുള്ളപ്പോഴും ഒരു ചെറിയൊരു മറ്റൊരു സാധ്യതയെ കൂടെ ചിന്തിക്കുന്നത് നല്ലതാണ്. അങ്ങനെ ഒരു സ്നേഹബന്ധങ്ങളിലാണെങ്കിൽ മറ്റൊരാളില്ലാതെ ഈ ജീവിതം ഒട്ടും പറ്റില്ല, ഒട്ടും പൂർണ്ണമല്ല എന്ന് ചിന്തിക്കുന്നതാണല്ലോ സ്നേഹത്തിന്റെ അൾട്ടിമേറ്റ് ഭാവം എന്ന് പറയുന്നത്. അങ്ങനെ പറയുമ്പോൾ എനിക്ക് ആ പാട്ടാണ് ഓർമ്മ വരുന്നത്. പാട്ട് പാടി ഫലിപ്പിക്കാൻ ഇത്തിരി പാടാണ്, എൻ്റെ ഒരു കവർ വേർഷനായിട്ട് എടുത്താൽ മതി. ഓർക്കുന്നുണ്ടോ? തേരെ ബിനാ സിന്ദഗി, അടിപൊളിയല്ലേ? അതിൻ്റെ ഏറ്റവും അവസാനമാകുമ്പോൾ അതിനൊരു ചെറിയ മാറ്റമുണ്ട്, അത് നമുക്കൊന്ന് പാടാം. तेरे बिना जिंदगी से कोई शिकवा तो नहीं, शिकवा नहीं, शिकवा नहीं, शिकवा नहीं, तेरे बिना जिंदगी है लेकिन जिंदगी तो नहीं, जिंदगी नहीं, जिंदगी नहीं, जिंदगी नहीं. നീ ഇല്ലാതെ എനിക്ക് ജീവിതത്തിനുണ്ട് ഒരു പരാതിയും പരിഭവം ഒന്നുമില്ല, ഒരു കംപ്ലൈന്റും ഇല്ല. എന്താ വെച്ചാൽ അതിന് ജീവിതത്തിനോട് മമതയില്ല, അതുകൊണ്ട് തന്നെ. അതുപോലെ തന്നെ നീ ഇല്ലെങ്കിൽ എനിക്ക് ജീവിതമൊക്കെ ഉണ്ട്, പക്ഷേ അതൊരു ജീവിതം അല്ല തന്നെ, അത് ശരിയായിട്ടൊരു ജീവിതമല്ല. അതെ, അത് തന്നെയാണ് സ്നേഹബന്ധത്തിൽ നമ്മൾ മറ്റൊരാളിൽ നിന്ന് പ്രതീക്ഷിക്കേണ്ടത്. നമ്മൾ അവരുടെ ജീവിതത്തിൽ അലിഞ്ഞ് അവരുടെ ജീവിതത്തെ അങ്ങനെ ആക്കുകയാണ് വേണ്ടത്. ശരിയല്ലേ? എന്നാൽ അതിന് വേറൊരു വേർഷനും കൂടെ നമുക്കൊന്ന് ആലോചിക്കാം. ആ വേർഷൻ പറഞ്ഞിരിക്കുന്നത് സോങ് ഓഫ് സോളമൻ എന്ന ബുക്കിൽ ടോണി മോറിസൺ ആണ്. അതൊന്ന് വായിക്കുന്നത്, ഇത്തരം കഠിന ചിന്തയുള്ളവർ ഒന്ന് വായിക്കുന്നത് എന്തുകൊണ്ടും നന്നായിരിക്കും. അവർ പറയുന്നത് ഇങ്ങനെയാണ്, അതിൽ നിന്നൊരു ചെറിയ ഭാഗം മലയാളത്തിൽ പറയാം. നിങ്ങൾക്കൊരിക്കലും ഒരു മനുഷ്യജീവിയെ സ്വന്തമാക്കാൻ കഴിയില്ല. അവൻ ഒരിക്കലും പൂർണ്ണമായി ഒരിക്കലും പൂർണ്ണമായും നിങ്ങളുടേതായിരുന്നില്ല എന്നതാണ് സത്യം. നിങ്ങൾക്ക് ഒരാളെ പൂർണ്ണമായി നഷ്ടപ്പെടാനും കഴിയില്ല. അവരൊരിക്കലും നമ്മുടെ പൂർണ്ണമായി നമ്മുടേതല്ലായിരുന്നല്ലോ. നിങ്ങളില്ല എന്ന് വന്നാൽ പരിപൂർണമായും ആരുമല്ലായതായി തീരുന്ന ഒരാളെ നിങ്ങൾക്ക് സത്യത്തിൽ ആവശ്യമുണ്ടോ? നിങ്ങൾ കതക് തുറന്നിറങ്ങി പോകുന്ന പക്ഷം തകർന്നു പോകുന്ന ഒരാളെ, നിങ്ങൾക്ക് അങ്ങനെ ഒരാളെ ആവശ്യമില്ല എങ്കിൽ മറ്റേയാളുടെയും സ്ഥിതി അത് തന്നെയാണ്. നിങ്ങൾ നിങ്ങളുടെ ജീവിതം മുഴുവൻ അയാൾക്കായി തകിടം മറിച്ച് അയാളുടെ കാൽ കീഴിൽ കൊണ്ടുവയ്ക്കുക. അങ്ങനെ നിങ്ങൾ ഇത്ര നിസ്സാരമായി കൊണ്ടുപോയി വിട്ടുകളയുന്ന ആ ജീവിതത്തിന് നിങ്ങൾ എന്ത് വിലയാണ് കൽപ്പിച്ചിട്ടുള്ളത്? തീർച്ചയായിട്ടും നിങ്ങൾ കൽപ്പിക്കുന്നതിൽ കൂടുതൽ വില ആ സമയത്ത് നിങ്ങളുടെ ജീവിതത്തിന് മറ്റേയാൾ കൽപ്പിക്കണമെന്ന് പറയുന്നതിൽ എന്ത് ന്യായമാണുള്ളത്? കൃത്യമായ ചോദ്യങ്ങളല്ലേ ടോണി മോറിസൺ നമ്മളോട് ചോദിക്കുന്നത്. ഈ ചോദ്യം എപ്പോഴെങ്കിലും നിങ്ങൾ സ്വയം ചോദിച്ചിട്ടുണ്ടോ? ഏത് സ്നേഹബന്ധത്തിലും ഉണ്ടാകാവുന്ന ഒരു ഉലച്ചിലാണിത്. എനിക്ക് വില നൽകുന്നില്ല, എൻ്റെ ആഗ്രഹങ്ങൾ അറിയുന്നില്ല. നിങ്ങളുടെ ആഗ്രഹങ്ങൾ എന്നേ കാറ്റിപ്പുറത്തി, അത് മറ്റേയാൾ അറിയണമെന്ന് പറഞ്ഞത് എങ്ങനെയാ? നിങ്ങളുടെ വ്യക്തിത്വം നിങ്ങൾ എന്നേ കളഞ്ഞ് തവിട് പൊടിയാക്കി വഴിയിലിട്ട് കളഞ്ഞു. അത് മറ്റേയാൾ വില പറയണമെന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? നിങ്ങൾക്കറിയില്ലല്ലോ നിങ്ങൾക്ക് എന്ത് വിലയാ ഉള്ളതെന്ന്. നിങ്ങൾ എപ്പോഴെങ്കിലും ആ വില തിരിച്ചറിഞ്ഞിട്ടുണ്ടോ? നിങ്ങളുടേതായ ആഗ്രഹങ്ങളെപ്പറ്റി നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? പിന്നെ മറ്റൊരാൾ ചിന്തിക്കണമെന്ന്. ഇത് പ്രണയത്തിലും ദാമ്പത്യത്തിലും സൗഹൃദത്തിലും ഒന്നും മാത്രമല്ല, തൊഴിൽ രംഗത്ത് പോലും ഉണ്ട്. ഏറ്റവും കൂടുതൽ നമ്മൾ കംപ്ലൈന്റ് കേൾക്കുന്ന അവിടുന്നാണ്. ഞാൻ എൻ്റെ തൊഴിലിടത്തിന് വേണ്ടി എന്തെല്ലാം ത്യജിച്ചു, എന്നിട്ട് അവരെനിക്കിതാ. അങ്ങനെ കംപ്ലൈന്റ് ചെയ്യുന്നതിന് മുമ്പ് ഒന്ന് ഈ ടോണി മോറിസന്റെ ഈ ചോദ്യങ്ങൾക്ക് സ്വയം ഒരു പേപ്പർ എടുത്തൊന്ന് ആൻസർ ചെയ്ത് നോക്കൂ. പക്ഷെ അപ്പോൾ ഒരു ചോദ്യമുണ്ട്, പിന്നെന്താണ് സ്നേഹത്തിന് വില? സ്നേഹത്തിന്റെ വില എന്ന് പറഞ്ഞാൽ നമ്മളങ്ങ് അലിഞ്ഞ് ചേരുക എന്നല്ലേ? അത് ഭയങ്കര പാരഡോക്സ് ആണല്ലോ. അത് ശരിയാണല്ലോ. തമ്മിൽ ലയിച്ച് ചേരുക എന്നതിന് ഏറ്റവും മനോഹരമായ ഒരു കഥ ഞാൻ കേട്ടിട്ടുണ്ട്. ഇന്ത്യയിലേക്ക് പാഴ്സികൾ വന്നതിനെ കുറിച്ചാണ് കഥ. പക്ഷെ ഞാൻ ഇപ്പോൾ അതേത് രാജാവിൻ്റെ അടുത്താണെന്ന് മറന്നുപോയി. അതിനി റെഫർ ചെയ്യാനൊന്നും എനിക്കിപ്പോൾ പറ്റില്ല. അത് നിങ്ങൾ ഏതെങ്കിലും ഒരു രാജാവെന്ന് വിചാരിക്കുക. ഈ രാജാവിൻ്റെ അടുത്ത് നിന്ന് വെളിയിൽ നിന്ന് വന്ന ഈ പാഴ്സീസ് വന്ന് പറഞ്ഞു, പ്രഭു ഞങ്ങൾക്ക് ഈ രാജ്യത്ത് അഭയം തരണമെന്ന്. അപ്പം രാജാവ് പറഞ്ഞു, അതിപ്പോൾ എന്താ ചെയ്യുക, ഇവിടെ തന്നെ ഇപ്പോൾ ആവശ്യത്തിന് ആൾക്കാരുണ്ട്, ഇനിയിപ്പോൾ പുതിയൊരു ജനതയും കൂടെ ഇങ്ങോട്ട് അഭയാർത്ഥികളായി വന്നാൽ ഒക്കൂല എന്ന് കാണിക്കാൻ വേണ്ടി അദ്ദേഹം എന്ത് ചെയ്തു, ഒരു ഫുൾ കപ്പ് പാലെടുത്ത് അവർക്ക് കൊടുത്തു. അപ്പോൾ ഇങ്ങനെയാണ്, ഇതിനകത്തിന് ഒരു തുള്ളിയും കൂടെ കയറില്ല. അപ്പോൾ ഇവർ പാസീസ് എന്താ ചെയ്തറിയോ, അവര്
കുറച്ച് പഞ്ചസാര എടുത്ത്, കൃത്യം അളവ് പഞ്ചസാര എടുത്ത് അതിൽ കലക്കിയിട്ട് മഹാരാജാവിന് തിരിച്ചു കൊടുത്തു. വ്യക്തം, ഞങ്ങളുടെ എല്ലാ അസ്തിത്വ ഭംഗിയോടും കൂടി ഇവിടുത്തെ ജീവിതത്തിന് കൂടുതൽ പൂർണ്ണതയേറ്റുന്നവരായിരിക്കും. ശരിയാണ്, അതിൻ്റെ അതിർവരമ്പുകൾ കുറെ അലിഞ്ഞു പോയിട്ടുണ്ട് പഞ്ചസാരയുടെ. പക്ഷെ അതിൻ്റെ പ്രസൻസ് ഒരിക്കലും നഷ്ടമായിട്ടില്ല, അതിൻ്റെ മധുരവും നഷ്ടമായിട്ടില്ല. അത്തരം ഒരു അലിഞ്ഞു ചേരൽ സാധ്യതയെക്കുറിച്ച് വേണ്ടേ നമ്മൾ ചിന്തിക്കാനായിട്ട്? അതല്ലാതെ അങ്ങനെ ഒരു ഇല്ല എന്നുള്ള മട്ടിൽ എല്ലാം അങ്ങ് തകർന്ന് അടിച്ച് നമുക്ക് പോലും തിരിച്ചറിയാൻ വയ്യാത്ത മറ്റൊരാളായി മാറിയിട്ട് ഒരു ഉലച്ചിൽ തട്ടുമ്പോൾ കരയുകയും തിരിഞ്ഞു നടക്കാൻ വയ്യാത്ത അവസ്ഥയാവുകയും ഒക്കെയുള്ള ഒരു സാധ്യതയല്ല സ്നേഹമോ സൗഹൃദമോ പ്രണയമോ തൊഴിലിലെ ആത്മാർത്ഥതയോ എന്ന് ഞാൻ കരുതി പോകുന്നുണ്ട് എന്ന് കുറച്ച് ദിവസമായി ഒരാളോട് ഇത് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. നമുക്ക് എല്ലാവർക്കും ഉണ്ടാവുന്ന അവസ്ഥയാണ്, ജീവിതത്തിൽ എപ്പോഴെങ്കിലും നമ്മൾ അഭിമുഖീകരിക്കുന്ന അവസ്ഥയും കൂടിയാണിത്. അതായത് ഒരു ശുഭരാത്രിക്ക് വെറുതെ ടോണി മോറിസിനെ വായിച്ചു കേൾപ്പിച്ചൊരു കഥ പറഞ്ഞതല്ല. നിങ്ങൾ ഓരോരുത്തരും എപ്പോഴെങ്കിലും അഭിമുഖീകരിക്കാവുന്ന ഒരു പ്രശ്നമാണിത്. അതുകൊണ്ട് മുമ്പ് പറഞ്ഞ ചോദ്യങ്ങൾക്ക് എപ്പോഴെങ്കിലും സ്വയം ഒന്ന് ഉത്തരം എഴുതി നോക്കുക. നമ്മൾ എങ്ങനെയാണ് അലിഞ്ഞു ചേരുന്നത് എന്നതിൻ്റെ ഏതൊക്കെ അതിർവരമ്പുകളാണ് തട്ടിക്കളയേണ്ടത്, ഏതൊക്കെ മധുരമാണ് സ്വയം സൂക്ഷിച്ചു വയ്ക്കേണ്ടത് എന്നും കൂടി ഒന്ന് കണക്കെടുക്കുക. ശുഭരാത്രി.